നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ട്രാഫിക് സിഗ്നൽ സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ട്രാഫിക് സിഗ്നൽസ് ഉണ്ടാവും അല്ലേ. നമുക്കിപ്പോൾ ഒരു ജംഗ്ഷൻ, പലതരത്തിലുള്ള ജംഗ്ഷൻസിൻ്റെ എന്തുണ്ടാവും, ട്രാഫിക് സിഗ്നലുകളുണ്ടാവും. അതുപോലെ തന്നെ പാലം, അതിന് ട്രാഫിക് സിഗ്നൽസ് ഉണ്ടാവും രണ്ട് സൈഡിലായിട്ട്. അതുപോലെ തന്നെ പിന്നെ പല 4 റോഡുകൾ കൂടിയ ജംഗ്ഷൻ, 2 റോഡുകൾ കൂടിയ ജംഗ്ഷൻ, അതുപോലെ 3, അങ്ങനെ പലതരത്തിലുള്ള ഉണ്ടാവും. അപ്പം നമ്മൾ ബേസിക്കായിട്ടുള്ള, അതായത് ഏറ്റവും സിമ്പിളായിട്ടുള്ള അതായത് ഒരു പാലത്തിൻ്റെ ട്രാഫിക് സിഗ്നലാണ് വരയ്ക്കുന്നത്. അതായത് ഒരു ബ്രിഡ്ജിൻ്റെ 2 സൈഡിലും ഗ്രീനും റെഡും സിഗ്നൽസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഗ്രീൻ റെഡ് സിഗ്നൽസ്, ഗ്രീൻ ആവുമ്പോൾ ഒരു സൈഡിലേക്കും, അതുപോലെ തന്നെ റെഡ് ആവുമ്പോൾ ആ സൈഡിലേക്കുള്ള, അതായത് ഒരു ബ്രിഡ്ജിലേക്ക് ഒരേ സമയം ഒരു സൈഡിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വെഹിക്കിൾസ് മൂവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്രിഡ്ജിൻ്റെ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാഫിക് സിഗ്നൽ ആണ് നമ്മളിത് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പാലം എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെയാണ് പാലമുള്ളത് എന്നുണ്ടെങ്കിൽ, ഇതാണ് നമ്മളെന്ത് സിസ്റ്റം എന്നുണ്ടെങ്കിൽ, ഇവിടെ റെഡ് ഗ്രീൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവും എന്ത്, റെഡ് ഗ്രീന്. അപ്പോൾ നമ്മൾ ഇതിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് 1Q അതുപോലെ അല്ലെങ്കിൽ Qവും Mഉം ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 1Q 1M ആണെങ്കിൽ, ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു, 2Q 2M എന്ന് കൊടുക്കുന്നു. ഓക്കെ, രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ക്യൂവിന് നമുക്ക് റെഡ് എന്നും ഇതിന് ഗ്രീൻ എന്നും കൊടുക്കാം, ക്യൂവിന് റെഡ് എന്നും ഗ്രീൻ എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ എന്ത് സിസ്റ്റം എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുന്നത് റെഡും അതുപോലെ തന്നെ എം എന്ന് പറയുന്നത് ഗ്രീനും. അപ്പോൾ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് നമ്മൾ 1 2 എന്ന് എന്ത് ചെയ്തു, നമ്മളതിന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് വരുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, നമ്മൾ കൊടുക്കുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞു പല രീതിയിലും അഡ്രസ്സിങ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഇൻപുട്ടായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യാണ്, പിന്നെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതെന്ത് ചെയ്യണില്ല, ഓഫ് ആവുന്നില്ല. അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റിപ്പീറ്റേഷൻ എപ്പോഴാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ വേറൊരു, അല്ലെങ്കിൽ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാലോ ആണ് എന്ത് ചെയ്യുന്നത്, അത് ഓഫ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ 24 hours അതെന്താണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് 2Iയും 1I ആണ്. അതായത് 1I എന്ന് പറഞ്ഞാൽ ഇൻപുട്ടും 2I എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള, ഒന്നാമത് 1I എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളതും 2I എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാനുള്ളതും. ഓക്കെ, അതുപോലെ നമുക്ക് ഔട്ട്പുട്ടുകൾ കൊടുക്കുന്നത് 1Mഉം 1Q ആണ്. അപ്പോൾ അതേ പിന്നെ അഡ്രസ്സുകൾ തന്നെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് റിപ്പീറ്റേഷന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ടുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ്, 1I എന്ന് പറയുന്നത് എന്തായി, ഓണാക്കി. 1I എന്ന് പറയുന്നത് ഓണാക്കുമ്പോൾ ഇവിടെ എനർജൈസ് ആയി അല്ലേ, ഇവിടെ എനർജൈസ് ആയി. ആ സമയത്ത് എന്തായി, 1Q എന്ന് പറയുന്നത് എന്താണ്, ഓണായി. 1Q എന്ന് പറഞ്ഞത് ഓണാകുമ്പോൾ ഇതാണ് നമ്മുടെ പാലം എന്ന് റോഡ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ എന്തുള്ളത്, പാലമുള്ളത്. ഈ ഒരു ഏരിയയിലാണ് എന്തുള്ളത്, പാലമുള്ളത്. ഒരു എൻഡിലൂടെ ഒരു സമയത്ത് ഒരു. ഇവിടെ 1Q എന്ന് പറയുന്നത് ഇവിടെ റെഡായി. അതായത് തുടങ്ങുമ്പോൾ ഇവിടെ റെഡാണ്. നമ്മൾ ഫസ്റ്റ് ഒരു ഇതാണ്, പിന്നെ റിപ്പീറ്റേഷൻ ആയിക്കൊണ്ടിരിക്കും. റെഡായി,
റെഡായി കഴിഞ്ഞപ്പോൾ ആ 1Q എവിടേക്ക് ഓണായി? ഇത് നോർമലി ക്ലോസ് ചെയ്ത് 1Q ഓണായി. അതുപോലെ ഈ 1Q എന്ന് പറയുന്നത് ഓണായി. 1Q ഓണായിട്ട് ടൈമർ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 60 സെക്കൻഡ് എന്ത് ചെയ്യാണ്? സെറ്റ് ചെയ്തിട്ടുണ്ട്. 60 സെക്കൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 60 സെക്കൻഡ് കഴിഞ്ഞാൽ IM എന്തായി? ഓണായി. അപ്പോൾ 60 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡ് എന്തായിട്ട് മാറും? ഗ്രീനായിട്ട് മാറും. ആ ഗ്രീനായിട്ട് മാറുമ്പോൾ 1M ഇവിടെ എനർജൈസ് ആയിക്കഴിഞ്ഞാൽ ആ സമയം തന്നെ ഇവിടെ, അതായത് ഇവിടെ 1M എന്ത് ചെയ്യും? ഓഫാവും. 1M ഓഫായ 1Q ഓഫായി. അപ്പോൾ 1Q ഓഫായ ഇത് എന്ത് ചെയ്യും? ടൈമറും ഓഫാവും. അപ്പോൾ അതിന് പകരം നമ്മളെന്താണ്, ഇവിടെ നമ്മൾ 1Q കൊടുത്ത പോലെ തന്നെ ഇവിടെ നമ്മൾ 1Q കൊടുത്തത് എന്തിനാണ്? ഇവിടെ 1Q ഓൺ ആകുമ്പോൾ സപ്ലിമെൻ്ററി പാത്തായിട്ടാണ് കൊടുത്തത്. അതുപോലെ 1M ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? സപ്ലിമെൻ്ററി പാത്തായിട്ട് കൊടുക്കും. അപ്പോൾ 1Q ഓഫായി കഴിഞ്ഞാലും എന്തായി? 1M ഫീഡ്ബാക്ക് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആക്സിലറി കോൺടാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ 6 ഓഫായി, എന്തായി? ഓഫായി. ഗ്രീന് ഓണായി, റെഡ് ഗ്രീൻ ഓണായി. അപ്പോൾ ഈ 1M ഇവിടെ ഓൺ ആവുന്ന കറക്റ്റ് സമയത്ത് എന്തായിട്ടുണ്ട്? ഇവിടെ ഈ 1M ഓണായി. ഇപ്പോൾ ഇവിടെയും 1M ഓണായി, ഇവിടെയും എന്തായിട്ടുണ്ട്? 1M ഓണായി. 1M ഓണായപ്പോൾ 2M എന്താണ്? നോർമലി ക്ലോസ്ഡ് ആയതുകൊണ്ട് എന്തായി? 2Q എനർജൈസ് ആയി. 2Q എന്ന് പറയുന്നത് ഏതാണ്? Q എന്ന് പറഞ്ഞാൽ റെഡ്. അപ്പോൾ ഇവിടെ ഗ്രീൻ ഓൺ ആവുന്ന കറക്റ്റ് സമയത്ത് ഇവിടെ എന്തോണായി? റെഡ് ഓണായി. അപ്പോൾ വെഹിക്കിൾസ് എങ്ങനെ പാസ് ചെയ്തു? ഇവിടുന്ന് ഇങ്ങോട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, വെഹിക്കിൾസ് പാലത്തുമ്പോൾ കൂടി ഇങ്ങോട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 2Q ഓൺ ആവുമ്പോൾ തന്നെ എന്തായി? പിന്നെ നമ്മൾ 1M ഓഫ് ആയി കഴിഞ്ഞാലും എന്താവും? 2Q വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ സപ്ലിമെൻ്ററി പാത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി കറക്റ്റ് 2Q ഓണായി 60 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? ഈ 2Q ഓൺ ആകുമ്പോൾ തന്നെ ഇവിടെ എനർജൈസ് ആവുന്നുണ്ട്. ഇപ്പോൾ ഈ ടൈമർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? 60 സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. ആ 60 സെക്കൻഡ് കഴിഞ്ഞാൽ എന്താവും? 2M ഓൺ ആവും. 2M ഓൺ ആയാൽ ഇതെന്താവും? ഓഫാവും. ഇത് ഓഫായി കഴിഞ്ഞാൽ 2Q ഓഫായി. അപ്പോൾ 2Q ഓഫായാൽ ഇത് ഓഫാവും. ഇത് ഓഫാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് സപ്ലിമെൻ്ററി പാത്തായിട്ട് 2M കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായി? ഇപ്പോൾ 2M വർക്ക് ചെയ്തു. 2M വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തായി? അപ്പോൾ ഇവിടെ 6 മാറി എന്തായി? ഗ്രീനായി. ഇപ്പം എന്താണ്? വണ്ടി ഇങ്ങോട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി വണ്ടി ഇവിടുന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വണ്ടി പാസ് ചെയ്യുമ്പോൾ ഇത് നിൽക്കണം, അതിന് റെഡ് ആവണം. അതിനാണ് ഈ 2M നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്, ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 2M തന്നെ എവിടെയും കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ 2M ഓൺ ആവുന്ന കറക്റ്റ് സമയത്ത് ഇവിടെ 2M ഓൺ ആവും. 2M ഓൺ ആയി കഴിഞ്ഞാൽ എന്താവും? 1Q ഓഫ് ആവും, ഓൺ ആവും. 1Q എന്ന് പറഞ്ഞാൽ ഏതാണ്? 1Q എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ നിന്നുള്ള റെഡ് ഇവിടെ എന്തായി? ഓണായി. ഓക്കെ, അപ്പോൾ അങ്ങനെ, അതായത് ഒരു വട്ടം കൊണ്ട് ഓൺ ആക്കി വിട്ടാൽ പിന്നെ ഈ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ എന്ത് ചെയ്യാണ്? വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. 1Q ഓണായി. 1Q ഓണായി കഴിഞ്ഞിട്ട് എന്തായി? അപ്പോൾ ഇവിടെ 1Q ഓണായി, അവിടെ 1Q ഓണായി. അപ്പോൾ 60 സെക്കൻഡ് കഴിഞ്ഞാൽ 1M ഓണായി. 1M ഓണായപ്പോൾ ഇവിടെ 1M ഓഫായി. 1Q ഓഫായി. 1M ഓണായപ്പോൾ 1Q ഓഫായി. 2M ഓണായി. 2M ഓഫായി. 2Q ഓണായി. 2Q ഓഫായിട്ട് എന്തായി? 2M ഓണായി. 2M ഓണായപ്പോൾ 1Q ഓഫായി. അതങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് 24 മണിക്കൂർ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ട്രാഫിക് സിഗ്നൽ ഓഫാക്കണം. അതായത് ഇപ്പോൾ പാലത്തിന് വീതി കൂട്ടി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ട്രാഫിക് ലൈറ്റിൻ്റെ അവിടെ കണ്ട ഒഴിവാക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഓഫാക്കിയിടാം. ഓഫാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെന്താണ്? ഈ 2I വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. 2I പ്രസ് ചെയ്ത് കൊടുത്താൽ നോർമലി ക്ലോസ്ഡ് ആവും. ഇത് 1Q ഓഫ് ആവും. 1Q ഓഫായാൽ ഇത് മൊത്തം ഓഫാവും. ഇത് മൊത്തം ഓഫാവും. ഈ റിപ്പീറ്റേഷനൊന്നും നടക്കില്ല. പിന്നെന്താണ്? ആദ്യമൊക്കെ നമ്മൾ 1I കൊടുത്തിട്ട് അതിനെന്ത് ചെയ്യണം? ഓണാക്കിയാൽ പിന്നെ എന്ത് ചെയ്യുള്ളൂ? നെക്സ്റ്റ് വർക്ക് നടക്കുകയുള്ളൂ. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ വർക്കിംഗ് തന്നെയാണ് എന്തിൽ നമുക്ക് 4 കൂടിയ ജംഗ്ഷനിലോ അല്ലെങ്കിൽ പിന്നെ യെല്ലോ കൂടി കൂട്ടിച്ചേർന്ന ജംഗ്ഷനിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ടൈമറിൽ വേരിയേഷൻസും അതുപോലെ തന്നെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന 1M നും 2M നും പകരം 3M ഉം 4M ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
മൂന്നും നാലും റോഡുകൾ കൂടിയ ജംഗ്ഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ലാഡർ ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഏകദേശം നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാമിങ്ങൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 1-2 പ്രോഗ്രാംസ് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസായിട്ട് തരാം. അതും കൂടി ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൊഡ്യൂൾ അവസാനിപ്പിക്കാം. ഓക്കെ.